നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2026 പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് പറയുന്നത്. അതായത് പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ വിഷുഫലം. മറ്റ് നക്ഷത്രങ്ങളുടെ വിഷുഫലം ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 2026 വിഷുഫലം പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന സമയം അല്ലെങ്കിൽ സംക്രമിക്കുന്നു. അന്നാണ് നാം സാധാരണ വിഷു ആഘോഷിക്കുന്നത്, ഇല്ലേ? എന്നാൽ ഇപ്രാവശ്യം ഏപ്രിൽ 14 ഏപ്രിൽ 15 വിഷു നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം അന്ന് സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യോദയം കഴിഞ്ഞിട്ടുണ്ട്. അന്ന് രാവിലെ 9:34 സൂര്യൻ മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോ 15 വിഷു ഇപ്രാവശ്യം. അതായത് 2026 വിഷു ഏപ്രിൽ 15. അപ്പോൾ ഈ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ആ സമയം, ആ സംക്രമ പുരുഷന്റെ സമയം 2026 പഞ്ചാംഗ വിധിപ്രകാരം ഇവിടെ നക്ഷത്രങ്ങളെ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. നക്ഷത്രങ്ങളെ, അതായത് 9 നക്ഷത്രങ്ങളെ ശൂലമെന്നും 18 നക്ഷത്രങ്ങളെ ഷഡ്ഗമെന്നുമാണ് പഞ്ചാംഗ വിധിപ്രകാരം വേർതിരിച്ചിട്ടുള്ളത്. അത് സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അതിൽ 9 നക്ഷത്രക്കാർ ശൂലത്തിൽ വരുന്നവരാണെന്ന് ഞാൻ പറഞ്ഞു. അതിൽ തന്നെ ആദിശൂലം, മധ്യശൂലം, അന്ത്യശൂലം, ഇങ്ങനെ 9 നക്ഷത്രക്കാർ വരും. അതുകൂടാതെ 18 നക്ഷത്രക്കാർ ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗം, ഇതിൽ 18 നക്ഷത്രക്കാർ വരും. ഈ നക്ഷത്രക്കാർക്ക് വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ചുള്ള ഫലം പറയുകയാണെങ്കിൽ ശൂലത്തിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര ഗുണകരമല്ല. എന്നാൽ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ഫലം വളരെ ഗുണം ചെയ്യുന്ന ഫലവുമായിരിക്കും. ഒരു സംഭവം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇത് നടക്കുമ്പോൾ അതിന്റെ ലക്ഷണമനുസരിച്ച് ഈ 27 നക്ഷത്രക്കാർക്കും ഗുണമാകും എന്ന് പറയാൻ പറ്റില്ല, ഇല്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും ആ പറയുന്നത്. ചിലർക്ക് ഗുണമുണ്ടാവും, ചിലർക്ക് ദോഷവും ഉണ്ടാവും, ഇല്ലേ? ഒരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തോടനുബന്ധിച്ചുള്ള ലക്ഷണം, അതനുസരിച്ചുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗുണവും ചില നക്ഷത്രക്കാർക്ക് ദോഷവും ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ശൂലത്തിൽ വരുന്ന 9 നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണകരമല്ല. എന്നാൽ 18 നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം വളരെ ഗുണം ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ നക്ഷത്രമായ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം എന്താണെന്ന് നോക്കാം. വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണം അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം ഈ നക്ഷത്രക്കാർ ആദിശൂലത്തിലാണ് വരുന്നത്. മനസ്സിലായില്ലേ? അതായത് ആദിശൂലത്തിലാണ്. അത്ര ഗുണകരമല്ല പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക്. ഇവരെ സംബന്ധിച്ച്
ധനപരമായ ക്ലേശങ്ങൾ ഇവർക്ക് വിഷുഫലമായി ഉണ്ടാവുന്നതാണ്. ധനപരമായ ക്ലേശങ്ങൾ ഉണ്ടാവും. വിചാരിക്കാത്ത വിധത്തിലുള്ള പണനഷ്ടങ്ങൾ, ധനനഷ്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. അമിതമായ ചെലവ് ഇവർക്ക് സഹിക്കേണ്ടതായിട്ട് വരും. അമിതമായ ചെലവ് ഉണ്ടാവും. പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ഇവർക്ക് വന്നുകൂടും. അതായത് ഇവർ പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ഇവർക്ക് ദോഷകരമായ വിധത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. രോഗചിന്തകൾ ഇവരെ അലട്ടിക്കൊണ്ടിരിക്കും. അതായത് ആരോഗ്യ കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയം, ഈ വിഷുഫല പ്രകാരം. മനക്ലേശങ്ങളും മനപ്രയാസങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ്. കുറ്റം ചെയ്യാതെ തന്നെ ഇവർ കുറ്റക്കാരാവുന്ന അവസ്ഥയും ഉണ്ടാവും. ബന്ധുക്കൾ വരെ ഇവരുടെ ശത്രുക്കളായി മാറാനും ഇടവരുന്നതാണ്. ബന്ധുക്കൾ വരെ ഇവരുടെ ശത്രുക്കളായി വരും. ഈ വിഷയം ഞാനിവിടെ പറയുന്നതോടൊപ്പം ഞാനൊരു കാര്യം പറയും. കാരണം എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ബന്ധുക്കൾ വരെ ശത്രുക്കളാവുന്ന ഒരു സമയമാണ് ഇവർക്കുണ്ടാകുന്നത്. ജോലിയിൽ ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ജോലി തന്നെ ഇവർക്ക് നഷ്ടപ്പെട്ട് എന്നും വരാം. ജോലിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ തെറിക്കും ഇവരുടെ കയ്യിൽ നിന്ന്. ഇവരെ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ സ്ഥാനങ്ങൾ വരെ ഇവർക്ക് നഷ്ടപ്പെട്ടെന്നും വരാം. അന്യദേശവാസം ഇവർക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അന്യ സ്ഥലത്ത് പോയി താമസിക്കേണ്ട ഇടവരും. ദൂരയാത്ര പോകാൻ ഇടവരും. ദൂരസ്ഥലത്ത് പോകാൻ ഇടവരാം. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സ്വരച്ചേർച്ചയില്ലായ്മ കുടുംബാംഗങ്ങൾ തമ്മിൽ ഉണ്ടാകും. മേലുദ്യോഗസ്ഥരുടെ ശാസന കേൾക്കാൻ ഇടവരും. ഇവരുടെ മുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഇവരെ ശാസിക്കാൻ ഇടവരുകയും ചെയ്യും. ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടെന്നും വരും. എന്ത് കാര്യം ചെയ്താലും അവിടെയെല്ലാം തടസ്സങ്ങളും പ്രയാസങ്ങളും മനക്ലേശങ്ങളും ഇവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഈ പൊരുരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ജാതകത്തിലെ ഇപ്പോൾ നല്ല സമയമാണെങ്കിൽ ഇവർക്ക് നല്ല ദശാസമയവും അതേപോലെ തന്നെ നല്ല അപഹാര സമയവും, അപ്പൊ ദശാനാഥനും അപഹാരനാഥനും ഒക്കെ നല്ലതാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് ഈ ക്ലേശാനുഭവങ്ങൾ, ഈ വിഷുഫലമായി ഉണ്ടാവുന്ന ക്ലേശാനുഭവത്തിന്റെ കഠിനത കുറയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഇവർ വഴിപാടുകളും പൂജകളും നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്ക് ദോഷത്തിൽ നിന്നും മുക്തി നേടാനും സാധിക്കും. അപ്പൊ ജാതകത്തിലെ എന്താണ് സമയമെന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ദോഷപരിഹാരമായിട്ട് ഇവർ എന്താണ് ചെയ്യേണ്ടത്? കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഒരു കുടുംബ ദേവത എന്ന് പറഞ്ഞാൽ കുടുംബത്തിന്റെ സംരക്ഷകയാണ്, ഇല്ലേ? അപ്പോ കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ്. ഇത് കൂടാതെ ഇവരുടെ പക്കപ്പിറന്നാളിന്റെ അന്ന്, അതായത് പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ അന്ന് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തില് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നതും വളരെ നല്ലതാണ്. നവഗ്രഹ ദോഷശാന്തി പൂജ, അതായത് 9 ഗ്രഹങ്ങളുടെയും പ്രീതി ഇവർക്ക്, ഈ നക്ഷത്രക്കാർക്ക് കിട്ടുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്താൽ
കുടുംബദേവതയുടെ അനുഗ്രഹവും നവഗ്രഹങ്ങളുടെ അനുഗ്രഹവും ഒക്കെ കിട്ടിയാൽ തീർച്ചയായിട്ടും ഈ വിഷുഫലമായി ഇവർക്കുണ്ടാവുന്ന ദോഷങ്ങളുടെ കഠിനത കുറയുകയും ഇവർക്ക് അതിൽ നിന്ന് മുക്തി നേടാൻ കഴിയുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പൂരുരുട്ടാതി നക്ഷത്രക്കാരുടെ ഈ വിഷുഫലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് സർവേശ്വരാനുകൂല്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.